പെണ്ണുങ്ങൾ ശവമഞ്ചത്തിന്റെ മേൽ ആസ്തലച്ച് വീഴണമെന്നവർക്കുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ ഒന്നും കഴിയാൻ കഴിയില്ല. فيهن أمي أو شقيقي وعترتي ينادون خلف النعش من لا يجيبهم وقد كنت في الدنيا سريع الإجابة. എല്ലാരെയും ബാപ്പാ ബാപ്പാ എന്ന് വിളിച്ച് പൊട്ടിക്കരയുന്നു, പ്രിയരേന്ന് വിളിച്ച് പൊട്ടിക്കരയുന്നു. അതാണ് അകലുമ്പോൾ ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണിയെന്നിലാരെന്ന്. ഉലകത്തിൽ അത് അവള് പറയുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ കേൾക്കാൻ കഴിയില്ല. എന്റെ കുട്ടിക്ക് ഒരു ചെറിയ വേദന ഉണ്ടായി, ചെറിയ കുട്ടിക്ക് പരിപാടി മുടങ്ങുകൊണ്ട് പോലും ഞാൻ പേടിച്ചു പോയി. ഈ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് കോഴിക്കോട് നിന്ന് ഒരാളെ വിളിച്ച് മരുന്ന് വാങ്ങി കുട്ടിക്ക് സുഖമായിട്ടാണ് പരിപാടിക്ക് വന്നത്. ഈ കഴിഞ്ഞ ആഴ്ച പരിപാടി മുടങ്ങുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല, വയ്യ. 2.5 വയസ്സായ കുട്ടിക്ക് ഒരു വേദന ഉണ്ടായി, എനിക്ക് പിന്നെ വയ്യ, കഴിയില്ല. ഇനി ഈ കുട്ടിയടക്കം കരയ علي بواكيا وفيهن أمي أو شقيقي وعترتي. ഇതിന് രക്ഷപ്പെടാം എന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ആ കരയുന്ന നേരത്ത് ബാപ്പാക്ക് മയ്യത്ത് കെട്ടിക്കിടന്ന് പറയാൻ കഴിയാ, മക്കളെ ബാപ്പ നേരത്തെ പോവുകയാണ്, ബാപ്പാക്ക് കുഴപ്പമൊന്നുമില്ല, ബാപ്പാക്ക് അവിടെ അഹിലുണ്ട്, ബാപ്പാക്ക് അവിടെ സൗകര്യമുണ്ട്, ബാപ്പാക്ക് അവിടെ ഫുസഹത്തുൽ ജന്നാത്ത് കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ്. അതാണ് ഈ ക്ലാസിന്റെ ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളേ, മുഅ്മിനീങ്ങളെ പടച്ചവനെ പേടിച്ചോളേ, മുഅ്മിനീങ്ങളെ ഈ ദുനിയാവിന് പോകുമെന്ന കാര്യം, എത്ര വലിയവനാണെങ്കിലും ദുനിയാവിന് പോകുമെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഫറോവ ചക്രവർത്തി അവസാനത്തെ അടികൊണ്ടപ്പോൾ ചെങ്കടലിൽ കിടന്ന് പറഞ്ഞത് ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ ആമൻതു ബില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഒരവസരം തന്നാൽ നിസ്കരിക്കാം, നന്നാകാം. ആര് പറഞ്ഞു? ഫറോവ പറഞ്ഞു. പക്ഷേ ഒരു നഫ്സിനും ആ നേരത്തെ ഈമാൻ ഉപകരിക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ രക്ഷിതാവേ റഹ്മാനെ രക്ഷിതാവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ, രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾ സാലിഹ്യങ്ങളുടെ മുഖറബീങ്ങളിലും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹു നിന്റെ സാലിഹ്യങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹു നിന്റെ മുത്തഖ്യങ്ങളിലും സാലിഹ്യങ്ങളിലേക്കും ഞങ്ങൾ ചേർക്കണമേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളൊക്കെ നീ നന്നാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ പരലോകത്തെ വീട്ടിൽ നീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ഖബർ ജീവിതം നന്നാക്കി തരണമേ തമ്പുരാൻ. അല്ലാഹു ഞങ്ങളെ ഖബർ ജീവിതം നന്നാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് നീ ഖബറിൽ നൽകണമേ റബ്ബേ. ഖബർ സന്തോഷത്തിന്റെ വീടാക്കി തരണമേ റബ്ബേ. ഖബർ സന്തോഷത്തിന്റെ വീടാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഇന്ന് മരണപ്പെട്ടു പോയ ആൾക്കും അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. മോശാക്കാന്റെ കാര്യം പറഞ്ഞു, മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ, മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ സാലിഹ്യങ്ങളായ ആളുകൾ ഞങ്ങളെ സദസ്സിൽ വന്നിട്ടുണ്ട്. അല്ലാഹുവേ അവരെ കൊണ്ട് ഞങ്ങൾ സദസ്സിൽ നീ അനുഗ്രഹിച്ചതുപോലെ പരലോകത്ത് മുത്തഖ്യങ്ങളെ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരെ ഞങ്ങളൊക്കെ ഹബീബാ നബിന്റെ കൂട്ടത്തിൽ സ്വർഗത്തിലെത്തണമേ റബ്ബേ. ഹബീബാ നബിന്റെ മദദ് കൊണ്ട് ഖബറിൽ രക്ഷപ്പെടണമേ തമ്പുരാനെ. മാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു ചോദ്യം, ഇതെന്റെ ഹബീബല്ലേ, ഇതിന്റെ മുസ്തഫ നബി അല്ലേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ആ മദീനയിൽ പോയി ആ സുൽത്താന്റെ വീട് ഒരിക്കൽ കൂടി ഇനിയും കാണാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. ആ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ കൊട്ടാരമായ ആ റൗളത്തുൽ ഖുബ്ബത്തുൽ ഖദ്റാഇന്റെ താഴെ നിന്ന് ഇനിയും സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. എത്താത്തവരെ അങ്ങോട്ട് എത്തിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ മുസ്ലിമായ ആളുകളുണ്ട്. ഇന്ന് അല്ലാഹുവേ ഞങ്ങളെക്കാൾ ഉന്നതന്മാരായ ആളുകൾ ഹജ്ജിനും സിയാറത്തിനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. മരണത്തിനും അവർക്ക് ആ സൗകര്യം ചെയ്തു കൊടുക്കണമേ തമ്പുരാനെ. ഇന്നലും പലരും ഒക്കെ ഞങ്ങളെ സദസ്സിൽ വന്നു റബ്ബേ. എല്ലാവർക്കും നീ ഹിദായത്ത് കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ദീനിലില്ലാത്തവർ ഞങ്ങളെ സദസ്സിൽ വന്നു, എല്ലാവർക്കും നീ ഹിദായത്ത് നൽകണമേ റബ്ബേ. നീ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت